السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي التي أدركني يا رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. قال نبينا وحبيبنا محمد صلى الله عليه وسلم: الدنيا مزرعة الآخرة شبيهك بدر الليل بل أنت أنبر ووجهك من ماء الملاهات أزهر وثلثك كافور وربعك عنبر وخمسك ياقوت والباقي كجوهر. ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധവും പരിപാവനവുമായ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മോട് ബന്ധപ്പെട്ടവരെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം വരെയും നാം ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുകൊടുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമായ ജീവിതം, പാപരഹിതമായ ജീവിതം കാഴ്ചവെച്ച് അവസാനം ലോകത്തോട് യാത്ര പറയുമ്പോൾ പരിശുദ്ധമായ കലിമത്തു ഷഹാദ ഉറക്കെ ഒരുപാട് പ്രാവശ്യം ഒതുവോടുകൂടി പുഞ്ചിരിയോടുകൂടി അല്ലാഹുവിന്റെ ലിഖാവിനെ കണ്ട് സന്തോഷിച്ചു മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഖമില്ലാതെ കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരും വീടുകളിൽ വിശ്രമിക്കുന്നവരും റഹ്മാനുമായ റബ്ബ് അവർക്കും നമുക്കും മാജിലായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സഹോദരിമാർ, സഹോദരങ്ങൾ, നമ്മുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ, ഉസ്താദുമാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ അർഹമുർ-റഹീമായ റബ്ബ് അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ നമ്മുടെ ആലഞ്ചേരി മുസ്ലിം ജമാഅത്തിന്റെ ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു ഹദീസാണ് ഹദീസു ജിബ്രീൽ. ഒരുപാട് ഹദീസുകൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രമാണമാകുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളാണ്.
സിഹാഉ സിത്ത എന്നാണ്. ബുഖാരിയും മുസ്ലിമും തുർമുദിയും ഇബ്നു മാജയും അബൂ ദാവൂദും നസായിയും അടക്കമുള്ള 6 ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഹദീസ് കൂട്ടങ്ങൾ. ഈ ഹദീസുകളാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സംസാരവും അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രവർത്തനവും ആ ഹബീബിന്റെ മൗലാനുവാദവും. ഇതാണ് ഹദീസ്. ഈ ഹദീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഹദീസുൽ ജിബ്രീൽ. അതൊരു ചരിത്രമായ സംഭവമാണ്. ഹദീസുൽ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന സമയത്ത് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആഗതനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. ആ മനുഷ്യനെ ആ സ്വഹാബികളോ ആരും കണ്ടിട്ടില്ല. ആ നാട്ടിലൊന്നും അവരാരും കണ്ടിട്ടില്ലാത്ത സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് കടന്നു വരികയും നബിതങ്ങൾ വലിയ ബഹുമാനത്തോടുകൂടി നബിതങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് ആ വന്ന ആഗതൻ ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഈമാൻ, ഓ നബിയെ, ഈമാനിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. മൂന്നാമതും ആ വന്ന ആഗതൻ പറയുകയാണ്, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അതിനും പറഞ്ഞു കൊടുത്തു. ആ ആള് പോയി. അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ആ വന്ന ആള് ആരാണെന്ന് അറിയുമോ? അവർ പറഞ്ഞ്, ഞങ്ങൾക്കറിയില്ല നബിയെ. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആരാണ്? അത് മഹാനായ മുഖറബുൽ അംദാദ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്തിനാ വന്നത്? അത്താകും യുഅല്ലിമുകും ദീനകും, അത്താകും നിങ്ങളിലേക്ക് വന്നത് യുഅല്ലിമുകും ദീനകും, നിങ്ങളുടെ ദീനിനെ പഠിപ്പിച്ചു തരാനാണ്. നിങ്ങളുടെ മതത്തെ സംബന്ധിച്ച് ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിലേക്ക് വന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താണ് ചോദിച്ച ഈമാൻ എന്താണ്? ഈമാൻ എന്താണെന്ന് ചോദിച്ചു. ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്. ഇതാണ് ഈമാൻ. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇസ്ലാം എന്താണ്? വിശ്വാസപരമായ കാര്യങ്ങൾ, വിശ്വാസ ആദർശ കാര്യങ്ങളാണ് ഈമാൻ. രണ്ടാമത് ഇസ്ലാം, അത് ആചാര അനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ഇസ്ലാം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും പറഞ്ഞു കൊടുത്തു. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്സാനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഇഹ്സാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താണ്? ഇന്ന് നമുക്ക് ഇഹ്സാനെ സംബന്ധിച്ച് നമുക്ക് പലർക്കും അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യതയില്ല. ഈമാൻ നമുക്കറിയാം, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, പിന്നെയോ അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക, മുർസലുകളിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും. മുഅ്മിനാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ടാകും. അതെല്ലാം നമ്മൾ തരണം ചെയ്യണം. അതല്ല ഈമാൻ കാര്യത്തിൽ ആറാമത്തെ കാര്യം. ഖൈർ കിട്ടുമ്പോൾ മാത്രം അള്ളാഹുവിനെ വിളിക്കും. നമുക്ക് എന്തൊരു ശർറ് വരുമ്പോൾ അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ നമ്മൾ ആകരുത്. നമുക്ക് എന്ത് വന്നാലും, നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയാലും, എന്തെല്ലാം ദുഃഖങ്ങൾ കിട്ടിയാലും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അതെല്ലാം നമുക്കറിയാം. ഇഹ്സാൻ എന്താണ്? ആ ഇഹ്സാൻ എന്താണ്? ഈ രണ്ട് നന്മകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവം.
അവിടെ നന്മകൾ ചെയ്യാനുള്ള അവന്റെ സ്വഭാവം ഇഹ്സാൻ എന്താണെന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് വഅൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇല്ലം യകുൻ തറാ. എന്താണ് ഇഹ്സാൻ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് വഅൻ തഅബുദല്ലാഹ കഅന്നക തറാ. നീ അല്ലാഹുവിനെ നീ ആരാധിക്കണം. അല്ലാഹുവിനെ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആബിദായ മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ അവന്റെ സ്വഭാവ ഗുണമാണ്, നന്മയാണ്, മാനസികമായിട്ടുള്ള അല്ലാഹുമായിട്ടുള്ള അടുപ്പം. അതാണ് ഇഹ്സാൻ. ആ ഇഹ്സാൻ നമുക്കുണ്ടാകണം. അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ നീ ആരാധിക്കണം, ഇബാദത്ത് ചെയ്യണം. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. നീ എങ്ങനെയാണോ അല്ലാഹു നിന്നെ കാണുന്നോ അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ നീ നമസ്കരിക്കണം. ഫഇല്ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും ലാ യറാ, അല്ലാഹു നമ്മളെ കാണുന്നുണ്ട്. അപ്പോ ഖൽബത്തിലായാലും ജൽബത്തിലായാലും പരസ്യമായാലും രഹസ്യമായാലും അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ? അതാണ് ഇഹ്സാൻ. അപ്പൊ ഇത് മൂന്നും കൂടി ചേർന്നതാണ് മതം. അപ്പൊ ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഇതില്ലാതെ നമ്മുടെ മതമില്ല. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈമാൻ അത് നമുക്ക് പരിപൂർണമാകണം. ഇസ്ലാം അത് പരിപൂർണമായി. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇഹ്സാൻ. ഈ ഇഹ്സാൻ നമുക്കുണ്ടാകണം. നമ്മുടെ ആരാധനകളെ ഭംഗിയാക്കുന്ന സ്വഭാവം, ഖുശൂ, ഈ ഇഹ്സാൻ നമുക്കുണ്ട്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു പരിപൂർണമായ മുഅ്മിനാവുകയുള്ളൂ. ഇത് നമ്മൾ കണ്ടില്ലേ? ഇതാണ് മതം. ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചേരുന്നതാണ് മതം. നമ്മുടെ നാടുകളിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത കുറെ കള്ള ചൂപ്പിയാക്കളും കള്ള സൂഫി എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ. പണ്ട് നമ്മളെ അക്ബർ ചക്രവർത്തി ദീനെ ഇലാഹി എന്ന് പറഞ്ഞൊരു മതവുമായി വന്ന് അദ്ദേഹം കാലകർണപ്പെട്ടു പോയപ്പോൾ അതും അതോടെ പോയി. അതുപോലെ ഖിയാമത്ത് നാളാകുമ്പോൾ യഖൂലു ആഖിർ സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, അവസാന കാലഘട്ടമാകുമ്പോൾ ദജ്ജാലികളും കദ്ദാബീങ്ങളുമാകുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും. അതോ നമ്മളോ വാപ്പമാരോ ഉമ്മമാരോ നമ്മളോ കണ്ടിട്ടില്ലാത്ത ഹദീസുകളുമായി വരുന്നവരുണ്ടാകും. അതുപോലെയല്ലേ എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മതം വേണ്ട സ്നേഹം മതി എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ സൂഫിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡും വെച്ച് ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് സൂഫിസം എന്താണ്, മതം വേണ്ട സ്നേഹം മതി എന്ന് വാദിക്കുന്ന കള്ള മുർത്തഖീങ്ങൾ. അവരെങ്ങനെ മുസ്ലിമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? അവര് ഇസ്ലാമിന്റെ വേഷവും ധരിച്ചുകൊണ്ട് ഇന്ന് മതം വേണ്ടാത്തത് കൊണ്ടാണോ? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ മതം പരിശുദ്ധമായ ഇസ്ലാം. അവരെന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമായ മതം സ്നേഹമാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സൂഫിസത്തിന്റെ പേരിൽ ആരാണ് സൂഫി, ആരാണ് വലിയാണ് സൂഫി? ലോകത്തെ ഏറ്റവും വലിയ സൂഫി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ ശരീഅത്തിന്റെ ഒരു നിയമം പോലും അവിടുന്ന് പാഴാക്കിയിട്ടില്ല. ശരീഅത്തിന്റെ ഒരു നിയമം കണ്ടില്ലേ? അവസാനം പോലും വഫാത്തിന്റെ സമയം പോലും നമസ്കാരം നിത്യമായി നിലനിർത്തിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകമണ്ഡലത്തിൽ വെച്ച് ഏറ്റവും വലിയ സൂഫി. പിന്നെ സൂഫി ഏതാണ്? ഈ മുസ്ലിം സമുദായത്തിലെ പിന്നെ ഏറ്റവും വലിയ സൂഫി ആരാണ്? 1000 ഔലിയാക്കന്മാർ ചേർന്നാൽ പോലും ഒരു സ്വഹാബത്തിന്റെ പ്രതിഫലം കിട്ടൂലാത്ത മഹാന്മാരാകുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുൽ കിറാം, അവരാണ് വലിയ സൂഫികൾ. ഇവരെല്ലാം ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചവരാണ്. ഇവരൊന്നും ഇവിടെ മതം വേണ്ട എന്ന് പറഞ്ഞവരല്ല, സ്നേഹം മതി. സ്നേഹിക്കേണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാം സ്നേഹമില്ലാത്ത മതമാണോ? അപ്പോ ഇങ്ങനെ കള്ള സൂഫികൾ വരുന്ന കാലഘട്ടമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ അവരിലൊന്നും ചെന്ന് പെടാൻ പാടില്ല. നമസ്കാരം വേണ്ട,
സ്നേഹം മതി. അത് ജാതി മതം നോക്കണ്ട. മതം വിറ്റ് തിന്നുന്ന കുറെ ആളുകൾ ഈ ഖിയാമത്ത് നാളാകുമ്പോൾ ഇറങ്ങും. അത് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ നേരത്തെ നമുക്ക് അറിയിപ്പ് തന്നതാണ്. നമ്മൾ അവരിലൊന്നും ചെന്ന് പെടേണ്ടതില്ല. എന്തിനാ നമ്മൾ അവരിലേക്ക് പോകുന്നത്? ഇങ്ങനെ പല ആളുകളും. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അവർ സൂഫികളാണ്. ആ വന്ന ആളുകൾ പറഞ്ഞില്ലേ ഞങ്ങള് കേന്ദ്രം കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിനെ പൊളിക്കാനും കരിവാരി തേക്കാനും കാലാകാലങ്ങളിലായി ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇറങ്ങാറുണ്ട്. അതിന്റെ ഒരു ദീനെ ഇസ്ലാഹി എന്ന് പറഞ്ഞിട്ട് അക്ബർ ചക്രവർത്തി ഒരു മതം കൊണ്ടുവന്നത്. ആ മതം ചക്രവർത്തി കൊണ്ടുവന്നതാണ്. ആ ചക്രവർത്തി പോയി കാലാകണ്ഠപ്പെട്ട് പോയപ്പോൾ മതവും പോയി. അതേപോലെ ചില ചക്രവർത്തിമാരുടെ ഒത്താശയോടുകൂടി ഇവിടുത്തെ മുസ്ലിമീങ്ങളെ വഴിപെടുപ്പിക്കാൻ വേണ്ടി സൂഫിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് ഉണ്ടാക്കി. ഞങ്ങൾ സൂഫികളാണ് എന്ന് പറഞ്ഞ് തലപ്പായി കെട്ടി താടി വെച്ച് അതേപോലെ മറ്റുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അവരിങ്ങനെ പറയാണ് സൂഫിസം സ്നേഹമാണ്. നിസ്കരിക്കണ്ട. ഏത് ആളാ നിസ്കരിക്കാത്ത ആളും? നിസ്കരിക്കാത്ത ഒരാളും വലിയാവോ? എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ശരീരത്തിന്റെ കടമ, ആ കടമ്പകൾ കടന്നിട്ട് വേണം നമ്മൾ ഒരു ഒലി ആകുന്നത്. പരിശുദ്ധമായ ഇസ്ലാമില് പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആരാണ് മുഅ്മിനീങ്ങൾ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. നിശ്ചയമായും മുഅ്മിനീങ്ങൾ അവർ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയാ അവർ വിജയിച്ചത്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരെ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ്. ഇഹ്സാൻ ഉണ്ടാകുമ്പോൾ ഭയഭക്തി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മള് കോഴി കൊത്തുന്ന മാതിരി നമ്മൾ നമസ്കരിച്ച് സുജൂദ് ചെയ്ത് പോകുന്നവരല്ല. നമ്മൾ നമസ്കരിക്കുമ്പോൾ അല്ലാഹ് എന്റെ റബ്ബ് കാണുന്നുണ്ട്. അതേ നമ്മുടെ അടക്കവും ഒതുക്കവും ചലനവും നിശ്ചലനവും എല്ലാം എന്റെ റബ്ബ് വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ചിന്താബോധം നമുക്ക് നമസ്കരിക്കുന്ന ഒരു ആബിദായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതല്ലാതെ നമസ്കാരം എനിക്ക് വേണ്ട. അതാ അല്ലാഹു പറഞ്ഞത്. അങ്ങനെയുള്ള നമസ്കാരമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ചില പ്രഹസനത്തിന് വേണ്ടി ഒന്ന് സുജൂദ് ചെയ്യുന്ന സുജൂദ്, അങ്ങനെയുള്ള നമസ്കാരമല്ല. ആ നമസ്കാരം നമുക്ക് ഉപകരിക്കുകയില്ല. നമ്മളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ഓടി നടക്കുകയാണ്. SIR-ന്റെ പേരിൽ നിന്ന് നമ്മളൊക്കെ വലിയ വിഷമത്തിലാണ്. നമ്മൾ അതിന്റെ ഫോമുകൾ പൂരിപ്പിക്കാൻ BLO-യുടെ ആളുകൾ വരുമ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ അത് ഓടി നടക്കുകയാണ്. എന്നാലോ തുച്ഛമായ 50-60 പൈസ വരെ താമസിക്കുന്ന ഈ നശ്വരമായ ദുനിയാവിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി ഇത് നമ്മൾ തയ്യാറാക്കാൻ നമ്മൾ നെട്ടോട്ടം കൂടുമ്പോ ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മളെ റദ്ദ് ചെയ്ത് കൊണ്ടുപോകാൻ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ആ മലക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള രേഖ നമ്മൾ ഈ ദുനിയാവിലെ തുച്ഛമായ വർഷത്തിൽ ജീവിച്ച ഈ ജീവിതത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? ഞാനും നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? സാധാരണ ഈ മനുഷ്യന്മാരെ പേടിക്കുന്നു നമ്മള്. അതേ ശാശ്വതമായി ജീവിക്കേണ്ട ദുനിയാവിലേക്ക്, ശാശ്വതമായി ജീവിക്കേണ്ട ബർസഹിയായ ദുനിയാവ് ലോകത്തേക്ക് പോകുമ്പോ അവിടെ 2 ഉദ്യോഗസ്ഥന്മാർ, BLO-യുടെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ അടുക്കലേക്ക് വരും. അവർ ചോദിക്കുന്നു ബഅദൽ ഈമാനി അവ്വൽ യുഹാസിബു വ യുഹാസിബിൽ ഹിസാബു യൗമൽ ഖിയാമത്തി അസ്സലാം. ഈമാനിന് ശേഷം അതേ ഈമാൻ രൂഢമൂലമാകണം. എന്തെങ്കിലും കണ്ട് വിശ്വസിച്ചാൽ നമുക്ക് പോരാ, ഈമാൻ ശരിയാവില്ല. പരിപൂർണമായ ഈമാൻ വേണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള അടിയുറച്ചുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആ സഹോദരന്റെ അടുക്കലേക്ക് 2 ഉദ്യോഗസ്ഥന്മാർ വരും. അവർ ചോദിക്കുന്ന ഒന്നാമത്തെ രേഖ ഈമാൻ, രണ്ടാമത്തെ രേഖ അവർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നമസ്കാരം. നമസ്കാരത്തെ സംബന്ധിച്ചുള്ള രേഖ ചോദിക്കുമ്പോ ആ രേഖ ധൈര്യത്തോടെ കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? സാധിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം നല്ല ക്ലിയറായി നമസ്കരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് ഖുശൂ ഉണ്ടാകണം. നമ്മൾ നല്ല ഖുശൂ ഉണ്ടാകണം. കണ്ടില്ലേ, കള്ള സൂഫിയാക്കളുടെ ലോകമാണ്. വഴിപിരിപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളും പല വേഷത്തിലും
മുസ്ലിമിന്റെ വേഷത്തിൽ താടി വെച്ചാൽ താടിയും തലപ്പായും കെട്ടി അതേ കാക്കി ഉടുപ്പും ഇട്ടുകൊണ്ട് സൂഫിയ എന്ന് പറഞ്ഞ് വരുന്ന ആളുകള് മഹാനായ ഇസ്ലാമി റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ മഹാനാണ്. ആ മഹാനടുത്ത് ഒരാളെന്ന് പറഞ്ഞു, ഇവിടെ വലിയ ആയ മനുഷ്യൻ വന്നിട്ടുണ്ട്, തങ്ങൾ കാണാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ കാണാൻ പോകാമെന്ന് കരുതി മഹാനായ സയ്യിദുൽ ഇസ്ലാമി റളിയല്ലാഹു തആല അൻഹു വലിയാവുന്ന ആളിനടുക്കിലേക്ക് പോകുമ്പോ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം കിബിലയ്ക്ക് നേരെ തുപ്പുന്നത് കണ്ടു. കിബിലയ്ക്ക് നേരെ തുപ്പുന്നത് കണ്ടപ്പോ മഹാനായ ഇസ്ലാമി റളിയല്ലാഹു അൻഹു മടങ്ങി വന്നു. സ്വന്തം കാര്യത്തിൽ പോലും അതമില്ലാത്ത കൃത്യനിഷ്ഠയില്ലാത്ത ഇദ്ദേഹം എങ്ങനെയാണ് മറ്റുള്ളവന്റെ കാര്യം പരിഹരിക്കുന്നത്? ഇവനാണോ വലിയ? എങ്ങനെയാണ് അവർ കിബിലയിലേക്ക് തുപ്പുന്നത്? അതുകളാണ്. അത് കണ്ട മഹാനായ സയ്യിദുൽ ഇസ്ലാം റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയി. അയാളെ കൈയും കാലും പിടിക്കാൻ പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നശ്വരമായ ലോകത്ത് ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കടമ്പകൾ കടക്കണം നമുക്ക്. അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് എന്തെല്ലാം കടമ്പകൾ കഴിഞ്ഞിട്ടാണ് അതേ വഫാത്തായത്. അള്ളാഹുവിന്റെ റസൂലിനോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു മനുഷ്യനെ കാണാൻ പറ്റുമോ? മഹാനായ ഇവിടെ മതം വേണ്ട സ്നേഹം മതി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന താടിയുള്ള തലപ്പാവുള്ള സൂഫിയാക്കളെ, ആ സൂഫിയാക്കളെ ചതിച്ചെന്ന് പെടരുത്. പരിശുദ്ധമായ ഖുർആൻ, അതേ ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നതാണ്, ഇബ്രാഹിമു ബനീഹി വയഖൂബു യാ ബനിയ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് വസിയത്ത് ചെയ്യുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാം യാക്കൂബ് നബിയും വസിയത്ത് ചെയ്യുകയാണ് മക്കളോട്. എന്ത്? യാ ബനിയ, മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ, അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് ദീനിനെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു മക്കളെ. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങളല്ലാതെ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. പല സ്ഥലങ്ങളിലും ഈ ആയത്തുണ്ട്, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ ഈ ലോകത്തോട് നീ വിട പറയരുത്. അതേ, നമ്മുടെ ഒടുക്കം, നമ്മുടെ തുടക്കം മോശമാകാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒടുക്കമെങ്കിലും നന്നാക്കണം. നമ്മളെ ഹൃദയത്തിൽ നിന്നുള്ള അഴുക്കുകളെ നമ്മൾ മാറ്റണം. നമ്മുടെ കിബറും കുശുമ്പും അസൂയമെല്ലാം നമ്മൾ മാറ്റണം. നമ്മൾ മറ്റുള്ളവരോടുള്ള അസൂയ വെറുപ്പുകള്, അഹങ്കാരം, പൊങ്ങച്ചങ്ങള് നമ്മൾ മാറ്റുമ്പോ നമ്മളെ ഹൃദയം ശുദ്ധിയായി. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, നിന്റെ ശരീരത്തിലുള്ള ചെറിയൊരു മാംസ കഷ്ണം അത് നന്നായാൽ നിന്റെ ശരീരം മുഴുവനും നന്നായി. അത് മോശമായാലോ നിന്റെ ശരീരം മുഴുവനും മോശമായി പോയി. അതുകൊണ്ട് നമ്മുടെ ശരീരം നമുക്ക് നമസ്കാരത്തിന് നമുക്ക് ഖുശൂ ഉണ്ടാകണം. ആ സമയത്താണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മളിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മുടെ നമസ്കാരങ്ങൾ റക്അത്തിന്റെ എണ്ണം കുറയുന്നു, നമ്മുടെ ചിന്തകൾ മാറുന്നു. നമ്മുടെ ദേഹം ഈ ടൗൺ പള്ളിയിലാണെങ്കിൽ നമ്മുടെ ദേഹി, നമ്മുടെ ആത്മാവ് വേറെ എവിടെയോ അലയുകയാണ്. നമ്മുടെ ഖുശൂ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ശരീരം എവിടെയാണെങ്കിലും നമ്മുടെ ഹൃദയം വേറെ എവിടെയോ, ഉള്ളൂർ ടൗണിലോ വീടുകളിലോ മാർക്കറ്റുകളിലോ അലയുകയാണ്. അങ്ങനെ നമ്മൾ നമസ്കാരം നമ്മളിങ്ങനെ കുനിയുന്നു, നൂറുന്നു, സുജൂദ് ചെയ്യുന്നു, സലാം വിട്ടുന്നു പോകുന്നു. നമ്മൾ നമസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ? അതേ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇടത് ഭാഗത്ത് ഒരു അമ്പ് വന്ന് തറച്ചപ്പോൾ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു വലിച്ചോടുന്ന സമയത്ത് വേദന കൊണ്ട് പറയുന്ന അലിയാർ തങ്ങൾ പറയാണ്, യാ സ്വഹാബ, ഞാൻ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഊരിക്കോ. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു ആ അമ്പ് വലിച്ചൂരി. മഹാനായ തങ്ങള് അലിയാർ തങ്ങൾ അറിഞ്ഞില്ല. അതാണ് ഖുശൂ.
അതാണ് ഖുശൂ. പ്രേമിക്കുന്നവരാരോ അവരുമായി അടുക്കുന്നത്, അവരുമായി നമ്മൾ അഭിമുഖം ചെയ്യുന്നതല്ലേ നമസ്കാരം. ആ നമസ്കാരത്തിൽ അടിമയാകുന്ന ഞാൻ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ അങ്ങ് എല്ലാം അങ്ങ് അടിയറ വെച്ചുകൊണ്ട് അവനിലേക്ക് അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ ലോകത്തൊന്നും തന്നെ ചിന്തയില്ല. അങ്ങനെയുള്ളവരാണ് മുഅ്മിനീങ്ങൾ. നമ്മൾക്ക് ഈ പറഞ്ഞാലോ നമ്മളാരെങ്കിലും അങ്ങനെ നമസ്കരിക്കാറുണ്ടോ? നമുക്ക് എന്തെല്ലാം നമ്മൾ നമസ്കാരം പെട്ടെന്ന് ബാത്തിലാവും. ഒരു കൊതു വന്നിരുന്നാൽ നമ്മൾ നമസ്കാരം ബാത്തിലായി. നമ്മൾ ചൊറിയിലാണ്. ഒരു കൊതു വന്ന് കടിച്ചാൽ പോലും നമ്മൾ നമസ്കാരം ബാത്തിലാവും. എങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൽ അച്ചടക്കം, അതേ ആ ഒരു ഖുശൂ നമുക്ക് വേണോ? ഹൃദയത്തിൽ നമ്മൾ കൈകെട്ടുന്ന സമയത്തല്ലേ നമ്മൾ കൈകെട്ടുമ്പോൾ എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ പിന്നെ അവർക്ക് ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഔലിയാക്കന്മാർ. ഇവിടെ എന്താ പറയുന്നത്? മതം വേണ്ട, ദീൻ വേണ്ട, സ്നേഹം മതി. സ്നേഹിക്കേണ്ട നാളുകളിൽ നമ്മൾ പറയുന്നു. ലോകത്ത് മുസ്ലിങ്ങളെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരും ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? എന്നിട്ട് അവര് പറഞ്ഞത് സ്നേഹം മതി. ഇങ്ങനെയുള്ള ദജ്ജാലികളാകുന്ന ആളുകൾ, കദ്ദാബികളാകുന്ന ആളുകളോട് നമ്മള് കള്ള ത്വരീഖത്തിന്റെ കാലഘട്ടമാണ്, കള്ള സൂഫിയാക്കൾ, കള്ള ഔലിയാക്കന്മാർ വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വഞ്ചിതരാകരുത്. നമ്മൾ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മള് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം നമുക്ക് തീരെയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്ത് നശ്വരമായ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ നെറ്റോട്ടം വരുമ്പോൾ അനശ്വരമായ ലോകത്തേക്ക് പോകേണ്ട നമ്മൾ അവിടുത്തെ രേഖകൾ എന്തെങ്കിലും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, നമസ്കാരം മൻ റബ്ബുക? എത്രയോ ആളുകളെ ആലഞ്ചേരി മുസ്ലിം ജമാഅത്തിന്റെ നൂറുകണക്കിന് ആളുകളെ കൊണ്ട് മയ്യവാടിയിൽ അടക്കപ്പെട്ടിട്ടില്ലേ? ഇന്നും രണ്ടുപേരുണ്ട്. ഇന്നും രണ്ടുപേരെ മരിച്ചുപോയി. അല്ലാഹ് അവർക്കെല്ലാം മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ ഇരിക്കുന്ന ഞാനോ നിങ്ങളോ നാളെ ഏത് സ്ഥലത്താണ് കബറടക്കം ചെയ്യപ്പെടുക എന്നത് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോകുന്ന നമ്മള് അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ, അതേ ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക? നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുമായിട്ടുള്ളൊരു ബന്ധം നമുക്കില്ല എങ്കിൽ അല്ലാഹുവിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുമോ? നിന്റെ നബി ആരാ എന്ന് ചോദിക്കുമ്പോ നബിയായിട്ട് യാതൊരു ബന്ധവുമില്ല, സലാത്തില്ല, അതേ നബിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളിനെ എന്റെ നബി ആരാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കാതെ, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാതെ ഒരു മനുഷ്യൻ മുഅ്മിനാവുകയില്ല. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഈ ലോകത്തിൽ എല്ലാത്തിനേക്കാളും, നിന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നിന്റെ കച്ചവട ചരക്കിനേക്കാളും അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടം വെക്കാത്തോളം കാലം ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. അങ്ങനെ നബി ഞങ്ങളെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ, ആ നബി ഞങ്ങളെ സ്നേഹിക്കാത്ത മനുഷ്യനും എന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, എവിടായി ഖുർആൻ ജബൽ എന്ന് പറയുന്ന ആ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഇറങ്ങിയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമ്, അതേ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ ലറഅയ്തഹു ഖാസിയൻ മുതസദ്ദിഅൻ മിൻ ഖസിയത്തില്ലാഹ്. ആ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഏതെങ്കിലും ഒരു പർവ്വതത്തിലാണ് ഇറങ്ങിയിരുന്നുവെങ്കിൽ അതിലെ ഖസിയത്തഹു ലറഅയ്തഹു, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ആ പർവ്വതം പൊട്ടി തകരുമായിരുന്നു. ആ ഖുർആനാണ് നമുക്കുണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആരെങ്കിലും ഓതുന്നുണ്ടോ? വാട്സാപ്പിൽ നോണ്ടുന്നത്, ട്വീറ്റിലും അതേപോലെ ഫേസ്ബുക്കിലും നോണ്ടിക്കൊണ്ട് നമ്മുടെ സമയങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും കളയുന്നവര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വലിയ ഒരു പേരൊന്ന് ഓതിട്ടുണ്ടോ? സൂറത്തുൽ മുൽക്ക്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ദിവസം പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയിൽ നിന്നും നിങ്ങൾ ഒഴിവാണ്. ആ സൂറത്തുൽ മുൽക്ക് ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്നുണ്ടോ? ദാരിദ്ര്യം മാറാൻ, ദാരിദ്ര്യം
ദാരിദ്ര്യ നിർമ്മാർജ്ജനം കിട്ടാൻ, ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ സൂറത്തുൽ വാഖിയ ഓതാൻ പറഞ്ഞ ആ സൂറത്തുൽ വാഖിയ ഞാനും നിങ്ങളും ഓതാറുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഒരാളെ നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇമാം പറയും ടൗൺ പള്ളിയിലെ സിദ്ദീഖ് ഉസ്താദാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ഇമാം അൽ ഖുർആൻ എന്ന് പറയണമെങ്കിൽ ഖുർആനുമായി നമുക്ക് അല്പം ബന്ധമുണ്ടാകണം. എത്രയോ മാധ്യമങ്ങൾ നമ്മൾ വായിച്ചു തരുന്നവരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചെയ്യുമ്പോൾ നമ്മൾ അല്പമെങ്കിലും ഓതാറുണ്ടോ? നീ ഓതുന്ന ഞാനും നിങ്ങളും പോകുന്ന പരിശുദ്ധമായ ഖുർആൻ നിന്റെ ജീവിതത്തിൽ വെളിച്ചമാണ്, നിന്റെ മക്കൾക്ക് വെളിച്ചമാണ്, നിന്റെ ഖബറിൽ വെളിച്ചമാണ്, മഹ്ശറിൽ വെളിച്ചമാണ്. ആ വെളിച്ചം സ്വർഗം വരെ കൊണ്ടുപോകും. മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ ഓടാറില്ല, ഞാനും നിങ്ങളും പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടാറില്ല. എത്രയോ വീടുകളിൽ പരിശുദ്ധമായ ഖുർആന്റെ ഇരിപ്പിടം തന്നെ മാറിപ്പോയിട്ടുണ്ട്. അവിടെ വേറെ വേറെ വലിയ വലിയ ടിവികളും മൊബൈലുകളും അതിന്റെ മണ്ണിൽ സ്ഥാനം പിടിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആർക്കും വേണ്ടാതെ മാറി ഒരു മൂലയിലിരിക്കുന്ന സവിശേഷതയല്ലേ നമ്മുടെ വീടുകളിൽ ഉള്ളത്. അതേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇശാഇന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ നമ്മുടെ ഉമ്മമാര് പണ്ട് ദിക്റുകൾ ചൊല്ലുമായിരുന്നു. ഇന്ന് ഏത് വീടുകളിലാ ഉള്ളത്? എന്നിട്ട് പറയും എനിക്ക് വലിയ കടമാണ്, എനിക്ക് ബർക്കത്തില്ല, എന്റെ വലിയ ബിസിനസ് എല്ലാം തകർന്നു പോകുന്നു. ആരാ പറയുന്നത്? വലിയ കോടീശ്വരന്മാര്, കോടികളിട്ട് കളിക്കുന്ന, കോടികളിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ പറയുന്നത് എനിക്ക് ബർക്കത്തില്ല. എങ്ങനെ ബർക്കത്ത് വരും? നമ്മുടെ വീടുകളിൽ ഈശാഇന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ ഖുർആൻ ഓതാറുണ്ടോ? അതെ, നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാരുടെ റൂഹുകള് നമ്മുടെ വീടുകളിൽ വരാറുണ്ടെന്നുള്ള കാര്യം നമുക്കറിയുമോ? ആ പിതാവ് വന്ന് ആ പിതാവിന്റെ റൂഹ് വന്നിട്ട് പറയും, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ വീടാണല്ലോ, ഈ വീട്ടിൽ ഇന്ന് സ്വലാത്തുകൾ ദിക്റുകൾ എന്നെ പറ്റി അല്ലാഹുവിന്റെ നാമം ഇന്ന് പാരായണം ചെയ്യുന്നില്ല. അവിടെ വേറെ ലെവലാണ്. അവിടെ ഇന്നെല്ലാ വീടുകളും ഇന്ന് സിനിമാ തിയേറ്റർ പോലെയല്ലേ. നമ്മളെയൊക്കെ ഉമ്മമാര് പണ്ട് ഇശാഇന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ നമസ്കരിച്ചിട്ട് അവര് ദിക്റുകളും സ്വലാത്തുകളും സലാമുകളും അതേ പരിശുദ്ധമായ ഖുർആനും പാരായണം ചെയ്യുമ്പോ ഇന്നത്തെ തലമുറ എന്താണ് ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? എന്നിട്ട് പറയും നമുക്ക് വീട്ടിന് ബർക്കത്തില്ല. ബർക്കത്ത് കിട്ടാത്ത കാര്യം എന്താണ്? ഇതാ സംഭവം. ഇശാഇന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇന്ന് ജ്യേഷ്ഠൻ അവിടെ ഇരിക്കുന്നു, അനിയൻ അവിടെ ഇരിക്കുന്നു, ബാപ്പ അവിടെ ഇരിക്കുന്നു. എല്ലാവരും മോഹമായ മനസ്സോടെ, ഒരു സന്തോഷമില്ല, എല്ലാവരും ഒരു മൊബൈലിൽ തോണ്ടിയിരിക്കുകയാണ്. പണ്ട് അങ്ങനെയാണോ? എല്ലാ നമ്മളെ സഹോദരങ്ങളും ഒന്നിച്ചു കൂടി സന്തോഷം. ഇത് സന്തോഷമില്ല. ഇന്നെല്ലാവരുടെയും സന്തോഷം ഒരു മൊബൈലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വർക്കത്തില്ല. മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. മക്കളും ബാപ്പയുമായിട്ട് ഒരു ബന്ധമില്ല, ഉമ്മയും മകളുമായിട്ട് ബന്ധമില്ല. അങ്ങനെ നമ്മുടെ ലോകം നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മാറ്റണം. നമ്മുടെ ജീവിത ശൈലി നമ്മൾ മാറ്റണം. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യണം, ഓതണം. സഹോദരിമാരെ കൊണ്ട്, മക്കളെ കൊണ്ട്, ഭാര്യമാരെ കൊണ്ട് നമ്മൾ ഓദിപ്പിക്കണം. മക്കൾ അറിയാത്ത മക്കളെ പഠിപ്പിക്കണം. അതേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത എത്രയോ വീടുകള്, എത്രയോ ആളുകൾക്ക് നമസ്കരിക്കുന്ന നമസ്കാരം ശരിയാകണമെങ്കിൽ ശാഫി മദ്ഹബ് അനുസരിച്ച് ഫാത്തിഹ അത് ഫർളാണ്. അവൻ കൈകെട്ടി കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥനയാകുന്ന വജ്ജഹത്ത് ഓതി കഴിഞ്ഞാൽ വജ്ജഹത്തു വജിയല്ലദീ ഫത്രസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് ലാസ്റ്റ് പറഞ്ഞത്. അതാണ് നമ്മളെ പ്രാരംഭ പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ നമ്മൾ ഓതുന്ന ഫർള്, ശാഫി മദ്ഹബിൽ ഫർളും ഹനഫി മദ്ഹബിൽ വാജിബും എന്താണ്? സൂറത്തുൽ ഫാത്തിഹ. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിഞ്ഞ് നമ്മളിങ്ങനെ വലദ്ദാലിൻ വരെ നമുക്ക് തെറ്റുകൂടാതെ ഒരാൾക്കെങ്കിലും ഓതാൻ നമുക്ക് പറ്റുമോ? അത് അവിടെ തെറ്റിയാൽ നമസ്കാരം മാത്രമാകും. നമ്മളിവിടെ നമസ്കരിക്കുന്ന ആളുകൾ കൈകെട്ടിയ ഉടനെ 2 മിനിറ്റ് കൊണ്ട് 4 റക്അത്ത് നമസ്കരിക്കുന്നവരും 5 നിസ്കരിക്കുന്നവരുണ്ട്. ഫാത്തിഹ തെറ്റാതെ ഓതണം. ആ ഫാത്തിഹ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതേ പരമ കാരുണ്യനും കരുണാനിധിയുമായ അല്ലാഹ്,
നിന്റെ നാമം കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ സ്തോത്രവും സ്തുതിയും എന്തെല്ലാം സ്തുതികളുണ്ടോ ആ സ്തുതികീർത്തനങ്ങളെല്ലാം റബ്ബേ നിനക്കാകുന്നു തമ്പുരാനേ എന്നിങ്ങനെ അറിഞ്ഞു ഓതണം. അതാണ് ഇഹ്സാൻ. നമ്മളിങ്ങനെ ഖുർആന്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് ഒരു അഴകുണ്ട്. അവിടെയാണ് നമ്മുടെ നമസ്കാരങ്ങൾക്ക് ഖുശൂ ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മുടെ നമസ്കാരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇഹ്സാൻ വരുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അർ-റഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അതേ ദിവസമാണ് ഇന്നിവിടെ കാശുള്ളവർക്കും ഇന്ന് പവർ ഉള്ളവർക്കും ഇന്ന് അവർക്ക് ഇന്ന് നേട്ടമുണ്ടെങ്കിൽ അവർക്കാർക്കും നേട്ടമില്ലാത്ത രാജാക്കന്മാരും എല്ലാ മുതലാളിമാരും കൈകെട്ടി നിൽക്കുന്ന സമയത്ത് അവിടെ നേട്ടം കൊടുക്കുന്നത് നീതിമാനായ റബ്ബ്. അതാ മാലികി യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ് നിനക്കാവുന്ന സർവസ്തുതിയും. എന്നിട്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഒരു ദിവസം കുറഞ്ഞത് 17 പ്രാവശ്യം ഞാനും നിങ്ങളും ചൊല്ലാറുണ്ട്. എന്താണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കള്ള സൂഫിയാക്കള് തലപ്പായും കെട്ടി വന്ന് നമ്മളെ ഈമാൻ കാക്ക കൊണ്ടുപോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുസ്തഖീമായ പാതയിലൂടെ നീ ഞങ്ങളെ നയിക്കണേ അല്ലാഹ് എന്ന് നമ്മൾ ഓർമ്മ. നമ്മള് ആ മുസ്തഖീമായ പാത ഏതാണ്? ആ മുസ്തഖീമായ പാത ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വഴി പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമല്ലാത്ത ആണ് അല്ലാഹുവേ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ പാതയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണം. ആ ആളുകൾ ആരാണ്? അതാണ് വേറെ ആയത്തുള്ള പറഞ്ഞത് അന്നബീന വസ്ദിഖീന വസ്സുഹദായി വസ്വാലിഹീൻ. അത് നബിമാരാണ്. നബിമാരാണ് നമ്മുടെ യഥാർത്ഥ പാതയുടെ അവരുടെ പാതയാണ് നമുക്ക് പിൻപറ്റേണ്ടത്. ആ പാത സുഹൃതാക്കളുടെ പാത ആലിമീങ്ങളുടെ ആബിദീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ പാതയാണ്. അല്ലാതെ ദീൻ വേണ്ട സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതേ അവിടെ നമസ്കരിക്കാതെ അള്ളാഹുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇരിക്കുന്ന കള്ളവന്മാരെ കള്ള ത്വരീഖത്തിന്റെ ആളുകളെയും കള്ള സൂഫിയാക്കളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആളുകളൊന്നും ചെന്ന് പെടാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു പറഞ്ഞില്ലേ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നമ്മൾ മരിക്കരുത്. അതിനെന്ത് വേണം? നമ്മുടെ ദീനിനെ നമ്മൾ മുറുകെ പിടിക്കണം. ആ റഹ്മാൻ റഹീം റബ്ബുൽ ഇസ്സത്ത് മരിക്കുന്ന സമയം വരെയും അല്ലാഹു ഇതിന്റെ ദീനിനെ പരിപൂർണമായി അംഗീകരിച്ച് നിസ്കരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾക്ക് ദുആ ചെയ്യാനുണ്ട്. മരണപ്പെട്ട വാപ്പായുടെ മഹ്ഫറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 3000 രൂപ നിർമ്മാണത്തിലേക്ക് സംഭാവന. അതേപോലെ INTUC-യുടെ യൂണിയൻ തൊഴിലാളികൾക്ക് അവരുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ ദുആ ചെയ്യാൻ, ഗൾഫിൽ ജോലി ചെയ്യുന്ന സഹോദരിയുടെ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ, ഗൾഫിൽ ജോലി ശരിയാക്കാൻ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ സംഭാവന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ സുഖമില്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകൾ, ക്യാൻസർ രോഗം ബാധിച്ചവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ ചെറുപ്പക്കാർ RCC-യിൽ പോയി നോക്കിയാൽ കാണാം, പണ്ട് തലമറക്കാതെ നടന്ന പെൺമക്കളും ചെറുപ്പക്കാരി സഹോദരിമാര്, അതേപോലെ എത്രയോ ചെറുപ്പക്കാരി, എത്രയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്താന പരമ്പരകളെ മുഴുവനും അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അസുഖങ്ങൾ നമുക്ക് ഇന്ന് എത്ര കോടികൾ ഉണ്ടായിട്ടും ആ കോടികൾ നമുക്ക് എന്ത് നേട്ടം തരുന്നത്? നമുക്ക് അസുഖമാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുമായിട്ട് നമ്മൾ അടുക്കണം. നമ്മൾ ഇപ്പൊ ഹദ ചെയ്യും. നമ്മളിപ്പോ ബക്കറ്റുമായിട്ട് വരുമ്പോ നമ്മൾ ഹദ ചെയ്യാറില്ലേ? ആ ഹദ ചെയ്യുമ്പോ അസ്സദഖത്തു അബ്ദുൽ ബല. നമുക്ക് എത്രയോ ആളുകൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇനി എന്തെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യം ആർക്കും അള്ളാഹുവിന്റെ അറിയില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു അപകടങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ നമ്മളെ തേടി വരികയാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത ഈ വെള്ളിയാഴ്ച യാവുന്ന ഈ ദിവസത്തിൽ ചെയ്ത ആ സദഖയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് തട്ടി മാറ്റുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതേപോലെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ നല്ല കാലത്ത്
നമുക്ക് ഒരുപാട് പൈസ ഏതിയുള്ള റൂമിൽ കിടക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകിയപ്പോ ചെറ്റക്കുടിലിൽ കിടന്നുകൊണ്ട് അവിടെ അവർ കഴിക്കാതെ നമ്മളെ കഴിപ്പിച്ച നമ്മളെ പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും ഇന്ന് പല സ്ഥലങ്ങളിലും ഖബറുകളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്ത് കൊടുത്ത് സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നല്ല ശമ്പളം കിട്ടുന്ന സമയത്ത് നമ്മുടെ ബാപ്പമാർക്ക് നല്ലൊരു ചായ കുടിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഹദിയ പടച്ചവനെ, എന്റെ ബാപ്പയെ, എന്റെ അത്തായുടെ, എന്റെ ഉമ്മായുടെ, എന്റെ വാപ്പായുടെ ആ ഹദ്റത്തിലേക്ക്, ആ ഖബറിലേക്ക് അല്ലാഹു നീ സവാബിനെ എത്തിക്കണേ എന്ന് നിയത്തിയതുകൊണ്ട് ഇട്ടാലും അതും ആ ഖബറിലെ ആജിലായി കിട്ടുമെന്ന് ശബീന മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ചില ആളുകളൊക്കെ നമ്മൾ പറയും ഈ കൈ കൊണ്ട് കൊടുത്താൽ ഈ കൈ അറിയുന്നത്. നബി തങ്ങൾ പറഞ്ഞില്ലേ, മഹ്ശറയിലെ ആരുടെയും സഹായമില്ലാത്ത സമയത്ത് അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകൾ. അതിന്റെ ഒന്നാമത് രണ്ടാമതായി പറഞ്ഞിട്ടാണ് ഈ കൈ കൊണ്ട് കൊടുത്തത് ഈ കൈ അറിയാത്ത ആളുകള് എന്ന് വെച്ചാല് പരസ്യമാക്കാതെ രഹസ്യമായും സദഖ ചെയ്തവര്. അങ്ങനെയുള്ള ഒരാള് സ്വർഗത്തിൽ പോകും കേട്ടോ. അങ്ങനെയുള്ളവരിൽ സാധുക്കളായ അല്ലാഹ് ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, രാജസയ്യിദായ അല്ലാഹ്, മുസ്തഫിൽ അസ്മാവായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, പടച്ചവനെ നിന്റെ ദർബാറിലേക്ക് ഉയർത്തപ്പെട്ട ഈ കരങ്ങളെ നീ തട്ടല്ലേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബർക്കത്തുകൊണ്ട് റബ്ബേ, ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരാണ് റബ്ബേ. ഞാനും നീ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീ സഹോദരങ്ങളും ഈ പിതാക്കന്മാരും ഒരുപാട് വിശ്രമങ്ങൾ അനുഭവിക്കുന്നവരാണ് റബ്ബേ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അല്ലാഹു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട് റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ വീട് സംബന്ധമായ കാര്യങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരാണ് അല്ലാഹ്. ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. വീടില്ലാത്ത സഹോദരങ്ങൾക്ക് നീ ഹൈറായ ഭവനം നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്ത സഹോദരങ്ങൾക്ക് നീ ഹൈറായ ജോലി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ ദിവസം അല്ലാഹുവേ നിന്റെ ബക്കറ്റിലേക്ക് ഇടുന്ന പൈസ അർഹമുർ റഹീമേ, ഈ സഹോദരങ്ങൾക്കും ഞങ്ങൾക്കും നാളെ ഒരു മുതൽ കൂട്ടാക്കി തരണേ അല്ലാഹ്. അവരുടെ സമ്പത്തിലെല്ലാം നീ വർദ്ധനവ് കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടേബിളിലേക്ക് ഞങ്ങളുടെ ചന്നഭിന്നമായ ഞങ്ങളുടെ ബോഡികൾ കൊണ്ടുവെക്കുന്ന തരത്തിലുള്ള ഒരു മരണം നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമേ, ഞങ്ങളെ തലയോട്ടി റബ്ബേ, ചിരട്ട പോലെ സാധനം കൊണ്ട് പഠിച്ചു റബ്ബേ, അതെടുത്തുകൊണ്ട് പരിശോധിക്കുന്ന അവസ്ഥ നൽകല്ലേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. ദുരിതങ്ങൾ പ്രയാസങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, കിടന്ന കിടപ്പിൽ മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ കേൾക്കുന്നു അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ചെറുപ്പക്കാരുണ്ട് റബ്ബേ, പിതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും സാറന്മാരുണ്ട് റബ്ബേ, അധ്യാപകൻ പല മേഖലയിലും ജോലി ചെയ്യുന്നവരുണ്ട് റബ്ബേ. എല്ലാ മേഖലയിലും നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കച്ചവടത്തിൽ ഐശ്വര്യം നൽകണേ റബ്ബേ. പടച്ചവനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ മക്കളാണ് അല്ലാഹ്, നന്നാക്കി തരണേ അല്ലാഹ്. അർഹമുർ റഹീമേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. ആബിദീങ്ങളെ ഹാഫിളത്തുകളാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. മയക്കുമരുന്നിന് അടിമകളാക്കല്ലേ അല്ലാഹ്. ലഹരിക്ക് അടിമകളാക്കല്ലേ അല്ലാഹ്. മാതാപിതാക്കളെ ആക്രമിക്കുന്നവരാക്കല്ലേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടി എല്ലാ മുഅ്മിനീങ്ങളെയും ഞങ്ങളെയും റബ്ബേ നിന്റെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗം ബാധിച്ച ചെറുപ്പക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞു റബ്ബേ. അല്ലാഹുവേ, നീ കരിച്ചു കളയണേ അല്ലാഹ്. ഈ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, ഇതുമാടെ ബർക്കത്ത് കൊണ്ട്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, നിന്റെ ദാത്തിയത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്. ബിഫദ്ലി റസൂലില്ലാഹ്